ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 2 വർഷത്തിന് ശേഷമാണ് നമ്മൾ ട്രാവൽ ചെയ്യാൻ പോണത് ഇന്ത്യക്ക്. എക്സൈറ്റ്മെൻറ്റും ഉണ്ട്, ആങ്സൈറ്റി ഉണ്ട്. ആങ്സൈറ്റി കുറേ പേപ്പർ വർക്ക്സ്, ജെറോക്സ് എടുക്കണം, അങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ട്. എനിക്കറിയാം കുറേ പേര് ഈ ഒരു സീസണിൽ ട്രാവൽ ചെയ്യുന്നുണ്ടാവും. ആൻഡ് ഈ ഒരു ട്രാവൽ വീഡിയോ നിങ്ങൾക്കൊരു പ്രിപ്പറേഷനായി ഹെൽപ്പ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വിതൗട്ട് ഫർദർ ഡു, ലെറ്റ്സ് ബിഗിൻ ദിസ് വീഡിയോ. ഇപ്പോൾ നമ്മൾ മെയിൻലി 2 ഫോംസ് ആണ് കൊണ്ടുപോകുന്നത്. എയർ സുവിധയുടെ സെൽഫ് ഡിക്ലറേഷൻ ഫോം ആണ് ഇത്. എയർ സുവിധ വെബ്സൈറ്റിൽ പോയി കഴിയുമ്പോൾ എല്ലാം നമ്മുടെ ഡീറ്റെയിൽസ് ഇട്ടിട്ട് പ്രിന്റ് ഔട്ട് എടുക്കാം. 6 കോപ്പി എടുത്തിട്ടുണ്ട് നമ്മൾ 2 പേരും. അത് കഴിഞ്ഞിട്ട് എടുത്തതാണ് നമ്മുടെ കോവിഡ് ടെസ്റ്റിന്റെ നെഗറ്റീവ് PCR ടെസ്റ്റിന്റെ റിപ്പോർട്ട്. 72 hours വാലിഡിറ്റി ഉള്ള റിപ്പോർട്ടാണ് ഇത് എടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു പാസ്പോർട്ടിന്റെ കോപ്പി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ എയർ ടിക്കറ്റ്സിന്റെ കോപ്പി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ വാക്സിനേഷൻ റിപ്പോർട്ട്സ്. പിന്നെ നമ്മൾ പോകുന്നത് ഏത് ഫ്ലൈറ്റിലൂടെയാണ്, ആ ഫ്ലൈറ്റിലെ വെബ്സൈറ്റിൽ പോയിട്ട് പാസഞ്ചർ ഇൻഫർമേഷൻ ഫോം ഓൺലൈൻ ഫില്ല് ചെയ്യുക 24 hours മുമ്പായിട്ട്. അങ്ങനെ പാക്കിംഗ് എല്ലാം കഴിഞ്ഞു. ബാഗേജ് ആസ് യൂഷ്വൽ ഓവർ വെയ്റ്റ് ആണ്. 2-3 കിലോസ് ഒക്കെ അവർ കൺസെഷൻ ചെയ്യുമെന്ന് വിചാരിച്ചിട്ടാണ് പോണത്. അവിടെ ചെന്നിട്ട് നോക്കാം. നമ്മൾ ടാക്സി പ്രീ ബുക്ക് ചെയ്തിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പറഞ്ഞ സമയത്ത് തന്നെ അവർ വന്ന് പിക്കപ്പ് ചെയ്തു. റീം ഐലൻഡിൽ നിന്നിട്ട് അബുദാബി എയർപോർട്ട് വരെ പോകാനായിട്ട് 82 dirhams ചാർജ് വന്നു. പാൻഡമിക് ട്രാവലിംഗ് എക്സ്പീരിയൻസ് എന്താ തോന്നണേ? നോക്കാം. സ്റ്റിൽ ടു ഗോ. ലെറ്റ്സ് സീ. എക്സൈറ്റഡ്, ആങ്ഷ്യസ്. അബുദാബി എയർപോർട്ട് ദുബായ് എയർപോർട്ട് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ കാം ആൻഡ് പീസ്ഫുൾ ആണ്. ഞാൻ ഇതേവരെ ട്രാവൽ ചെയ്തിട്ട് എനിക്ക് ഒരിക്കലും ഫീൽ ചെയ്തിട്ടില്ല. ഇമിഗ്രേഷൻ ആയാലും ചെക്കിൻ ആയാലും വളരെ പെട്ടെന്ന് തന്നെ വിതൗട്ട് എനി ക്രൗഡ് എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ചീസ് കേക്ക് ഫാക്ടറി പോയിരുന്നു. അപ്പം അതിൻ്റെ ബാക്കിയാണ് ചീസ് കേക്ക്. പ്രോസസ്സിൽ ഇനി കാര്യമായിട്ട് നിങ്ങൾ സൂക്ഷിക്കേണ്ടത് കോവിഡിൻ്റെ റിപ്പോർട്ട് 2 കോപ്പീസ് വേണം. പിന്നെ നമ്മുടെ മുമ്പിൽ നിന്നിരുന്ന പാസഞ്ചറിൻ്റെ ഒരു 12 വയസ്സിനേക്കാളും താഴെ ഒരു കുട്ടി ഉണ്ടായിരുന്നു. അവർ ഫോൺ ചെയ്ത് ചോദിച്ചപ്പോൾ PCR ടെസ്റ്റ് വേണമെന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ വന്നപ്പോൾ PCR ടെസ്റ്റ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായി അവരുടെ അവസ്ഥ എന്നറിയില്ല. പക്ഷെ നിങ്ങളൊന്ന് കൺഫേം ചെയ്തിട്ട് വേണം വരാൻ വേണ്ടിയിട്ട്. നമ്മുടെ എയർലൈൻസ് 4 hours മുമ്പ് വരാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 9 o'clock എയർപോർട്ട് എത്തിയിരിക്കുന്നത്. 12 മണിയുടെയാണ് ഫ്ലൈറ്റ്. ഡേ ഫ്ലൈറ്റ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അബുദാബി മോളിൽ നിന്ന് കാണാൻ വളരെയധികം ബ്യൂട്ടിഫുൾ ആണ് ബിക്കോസ് ഓഫ് ദ ബ്ലൂ വാട്ടേഴ്സ് ആൻഡ് വൈറ്റ് സാൻഡ്.
പിന്നെ ആ ഒരു സെൽഫ് ഡിക്ലറേഷൻ ഫോം നമുക്ക് തന്നു ഫോർ ഹോം ക്വാറൻറ്റൈൻ. അപ്പോൾ നമുക്ക് 14 ഡേയ്സിൻ്റെ ഹോം ക്വാറൻറ്റൈൻ നമ്മൾ ഏത് അഡ്രസ്സിലാണ് ചെയ്യുന്നത് അത് എഴുതിയിട്ട് എയർപോർട്ടിൽ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരിത് തന്നിരിക്കുന്നത്. അങ്ങനെ ഫൈനലി നമ്മൾ ബോംബെ എയർപോർട്ടിലേക്ക് ലാൻഡ് ചെയ്യാൻ പോവുകയാണ്. മുകളിൽ നിന്ന് തന്നെ ബോംബെ കാണുമ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആണ്. ഓൾമോസ്റ്റ് റെയിനി ക്ലൈമറ്റ് ആണ് ഇപ്പോൾ ഉള്ളത്, അതുകൊണ്ട് വളരെ ബ്യൂട്ടിഫുൾ ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തോന്നുന്നുണ്ടാവും ബോംബെ ഈസ് സച്ച് എ ക്രൗഡഡ് സിറ്റി. യെസ്, ബോംബെ ഈസ് എ ക്രൗഡഡ് സിറ്റി. പക്ഷേ അതാണ് ബോംബെയുടെ ബ്യൂട്ടി. ഇത്രയും വെറൈറ്റി ഓഫ് ഡിഫറെൻറ്റ് സ്റ്റേറ്റിൽ നിന്നിട്ട് വന്നിട്ട് ആൾക്കാർ ജോലി എടുക്കുന്നതും സ്ട്രഗിൾ അതെല്ലാം ഒരു വേറെ ലെവലായിട്ടുള്ളൊരു വൈബാണ്. സോ ഡെഫിനറ്റ്ലി ഇഫ് യു ആർ നോട്ട് ഫ്രം ബോംബെ ഒരു പ്രാവശ്യം ബോംബെ വരാം. ബോംബെ എയർപോർട്ട് എത്തി. ഇപ്പം നമ്മൾ RT-PCR ചെയ്യാൻ വെയിറ്റ് ചെയ്യാണ്. ബോംബെ എയർപോർട്ട് ഏകദേശം ഒരു 6 മണിയായപ്പോൾ തന്നെ നമ്മൾ ലാൻഡായി. പക്ഷേ ദ മെയിൻ ഇമ്പോർട്ടൻറ്റ് വർക്ക് സ്റ്റാർട്ട്സ് നൗ. നമ്മൾ ഡിക്ലറേഷൻ കൊടുക്കണം, അതിന് മുമ്പായിട്ട് RT-PCR ടെസ്റ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടൊക്കെ നല്ല ലൈൻ ഉണ്ടായിരുന്നു. ഇപ്പം നമ്മൾ ഓല ടാക്സി ബുക്ക് ചെയ്തിട്ടുണ്ട്, അത് വരാൻ വേണ്ടിയിട്ട് ഇവിടേക്ക് വെയിറ്റ് ചെയ്യാണ്. നല്ല തിരക്കുണ്ട്, ടയേർഡും ആയിട്ടുണ്ട്. ഇനി വീട്ടിൽ പോയിട്ട് എക്സൈറ്റഡ് ആണ് അച്ഛനും അമ്മേനും ഒക്കെ കാണാൻ വേണ്ടിയിട്ട്. സീ യു. ഞാൻ ഈ ഓല ടാക്സി കിട്ടിയപ്പോൾ തന്നെ അതിൽ കിടന്നുറങ്ങി. കാരണം ഇത്രയും നേരം മോർ ദൻ 12 hours ഞാൻ മാസ്ക് ഇട്ടിട്ട് ഇരിക്കുകയാണ്. നല്ലൊരു സഫോക്കേഷൻ ഫീലിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഹെഡ് ഏക്സും സ്റ്റാർട്ടായി എനിക്ക്. അപ്പോൾ ഞാൻ നല്ലോണം ഉറങ്ങി. ബോംബെയിൽ ഞാൻ ഒട്ടും തന്നെ മിസ് ചെയ്യാത്തൊരു കാര്യമാണ് ട്രാഫിക്. ഒരു 7 മണിയൊക്കെ എന്ന് പറയുമ്പോൾ പീക്ക് ആറാണ് ബോംബെയിൽ. ആ ഒരു ട്രാഫിക്കിൽ പെട്ടിട്ട് ശരിക്കും എഴഞ്ഞിട്ടാണ് ഞങ്ങൾ വീട്ടിലേക്ക് എത്തിയത്. നമ്മൾ നമ്മുടെ വീട്ടിൽ പോകാൻ പോവാണ്. സൂപ്പർ എക്സൈറ്റഡ്, നല്ലോണം ടയേർഡായി. മുംബൈ ട്രാഫിക്സ്. ഓൾമോസ്റ്റ് 10 o'clock ഒക്കെ ആയി വീട്ടിലെത്തിയപ്പോൾ തന്നെ. എന്നായാലും അച്ഛനമ്മേനെ കണ്ടപ്പോൾ ഒന്ന് ഉഷാറായി. അമ്മേനെ കണ്ടപ്പോൾ തന്നെ കെട്ടിപ്പിടിക്കണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഡ്യൂ ടു കൊറോണ പ്രോട്ടോക്കോൾസ്. അപ്പോൾ ഫുഡിലൂടെയാണ് അമ്മ നമ്മൾ സ്നേഹം പ്രകടിപ്പിച്ചത്. സോ നമുക്ക് വേണ്ടിയിട്ട് പ്രോൺസ് ഫ്രൈ, ഫിഷ് കറി ഇതെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു അമ്മയുടെ കയ്യിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടുള്ളൊരു സന്തോഷം. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഡേ സ്റ്റാർട്ടായി. സോ നെക്സ്റ്റ് വ്ളോഗിൽ നമുക്ക് കാണാം വീട്ടിലെ വിശേഷങ്ങളും അതൊക്കെ. ടേക്ക് കെയർ. നിങ്ങളും ട്രാവൽ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഡോക്യുമെൻറ്റ്സ് എല്ലാം ക്യാരി ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ടേക്ക് കെയർ.